ഒരു എന്റർടൈൻമെന്റ് ആണ് തീർച്ചയായിട്ടും. ഒരു വ്യത്യസ്ത പുലർത്തുന്ന രീതിയിൽ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിബിന് ഒരു ഭയങ്കര വിഷ്ണു ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. നന്നായിട്ട് പോയിട്ടുണ്ട്. പാട്ട് ഒന്നും പറയണ്ട, എല്ലാ പാട്ടും ഡാൻസും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഫുൾ എന്റർടൈൻമെന്റ് ആണ്. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്, അത്യാവശ്യം എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്തോ ആസ്വദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോൾ ആളുകളുടെ ഫേസുകൾ അറിയാലോ. തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. ദൃശ്യക്കയുടെ മൂവി ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈശോയെ കഴിഞ്ഞ് വേറെ ട്രാക്കിൽ വന്നൊരു പടമാണ് ഇപ്പൊ ഈ വന്ന പടം. പക്ഷെ തുടക്കമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ അങ്ങ് പോവുള്ളൂ. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം ഒരു പൊളിയോട് പൊളിച്ചിട്ട് സൂപ്പർ ഗംഭീരമായിട്ടുണ്ട്. ഇന്റർവെല്ലിന് ശേഷം ആ പടം വേറെ ലെവല്, ചിരിക്കാൻ ഇഷ്ടം പോലെ ചിരിച്ച് എന്താ പറയാ. ഇപ്പൊ ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, എല്ലാവരും ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഈ ഫാമിലി എന്റർടൈൻമെന്റ് പടം, എല്ലാവരും ധൈര്യമായിട്ട് പോരും. ഫാമിലി ആയിട്ട് വന്ന സൂപ്പർ പടം. നല്ലൊരു ഉഗ്രൻ സദ്യ കഴിച്ച മാതിരി ഉണ്ട്. അത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഒക്കെ വമ്പൻ തിരിച്ചുവരവാണ്. പിന്നെ അക്ഷരയുടെ അത് പറയാൻ പറ്റില്ല, നായികയുടെ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ നാദിഖാന്റെ ഡയറക്ഷൻ ആണല്ലോ. നമ്മളിപ്പോ കട്ടപ്പനക്ക് പക്ഷെ അമറക്കുറൊക്കെ കണ്ടല്ലേ, നല്ലൊരു ഫീൽ തന്നെയാണ്. ഒരു നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് കണ്ട് മടുക്കില്ല. അസലായിരുന്നു, നന്നായിരുന്നു, അടിപൊളിയാണ്. ധൈര്യമായിട്ട് വന്ന് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാം. എല്ലാ രസമുണ്ട്. കോമഡി ഉണ്ട്, ഇമോഷണൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊരു ഇപ്പൊ ഒത്തിരി നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇപ്പോഴത്തെ യുവതലമുറകൾക്ക് അഡ്രസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങൾ വളരെ രസമായിട്ടുള്ള രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുള്ളതാണ്. അടിപൊളിയായിരുന്നു, നല്ല മൂവി ആയിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി. ഒരു എന്താ പറയാ, നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും എല്ലാവരുടെയും കൂടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയൊരു ഒന്നും പ്രതീക്ഷിക്കാതെ കയറുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നും പ്രതീക്ഷിക്കേണ്ട, വലിയ വമ്പത്തരൊന്നും പറയുന്നില്ല. ഫീൽ ഗുഡ് മൂവിയാണ്, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോരുമ്പോ അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും തോന്നില്ല. ആ ഗ്യാരണ്ടി ഞാൻ തരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല മ്യൂസിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നാദർഷ തന്നെയാണ് ഇതിന്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ഒരു നല്ലൊരു മൂവി. വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ അയ്യോ സോ സ്വീറ്റ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പാട്ട്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കേട്ടോ. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന്റെ ഇടയ്ക്ക് ഇത് നമുക്ക് സമാധാനമായിട്ട് കുടുംബ ആസ്വാദകർക്ക്, എനിക്കൊക്കെ അങ്ങനെയുള്ള മൂവീസാണ് കൂടുതൽ ഇഷ്ടം. വളരെ ആദ്യം മുതൽ അവസാനം വരെ നല്ലൊരു എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തു. നല്ല അടിപൊളി സോങ്, നല്ല ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സിനിമ എന്ന് പറയാം. ഇപ്പൊ ഒരു ഫാമിലി പടം വന്ന് ഇപ്പൊ അടുത്ത് വന്നതിൽ ഇപ്പൊ നല്ലൊരു പടം എന്ന് പറയാം. അത്രയും നന്നായിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഒക്കെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. വിഷ്ണു പോയി എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു സംഭവം എന്താണ് തിരിച്ചു വന്നിരിക്കുന്നത്.